ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്തെടുക്കുക? ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ചോ? പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല, പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചെയ്യത്തില്ല അങ്ങനെ, പൊതുവെ ഞാനും ചെയ്യാറില്ലായിരുന്നു. പൊതുവെ ഇങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എല്ലാവരും എടുക്കാറുണ്ട്. പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വർഷം നമ്മളിങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആയിരിക്കണം ചെയ്യുന്നത് എന്ന് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കുന്നത്. പിന്നെ തീരുമാനം എടുത്തത് മാത്രമല്ല, തീരുമാനത്തിൽ ഇങ്ങനെ ഈ ഒരു വർഷം മൊത്തം ഉറച്ച് നിൽക്കുന്നു. അതിനെയാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇത്രയും വർഷമൊന്നും ഞാൻ അങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷനൊന്നും എടുത്തിട്ടില്ല. അന്നേരം ഈ വർഷം എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ അരുൺ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, ഫേസ്ബുക്കിലൊക്കെ കുറേ വീഡിയോസൊക്കെ ഇടാറുണ്ട്. ആങ്ങളെയും പെങ്ങളും ഫുൾ ഫാമിലി അവർ വീഡിയോസൊക്കെ ഇടുന്നത് നല്ല വീഡിയോസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരുടെ വീഡിയോസൊക്കെ. എന്നാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. എന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പേടി കൊണ്ടോ, സ്നേഹം കൊണ്ടോ, ബഹുമാനം കൊണ്ടോ, അല്ലെങ്കിൽ ചമ്മൽ, നാണം, അങ്ങനെ കൊണ്ട് അതൊക്കെ ആ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും നോ പറയേണ്ടടുത്ത് നോ പറയാറില്ല. എല്ലാവരും അങ്ങനെ ആണെന്ന് അറിയത്തില്ല, ഞാൻ പക്ഷേ അങ്ങനെയാണേ. എന്ന് വെച്ചാൽ അയ്യോ അങ്ങനെ നോ പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അവർക്ക് സങ്കടമാവത്തില്ലയോ എന്നൊരു ഒരു വിചാരം എൻ്റെ മനസ്സിൽ വരും. അതുകൊണ്ട് പലപ്പോഴും ഞാൻ നോ പറയാറില്ല. അങ്ങനെ ഈ വർഷം ഞാനൊരു റെസൊല്യൂഷൻ എടുത്ത് നോ പറയേണ്ടടുത്ത് നോ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അതൊരു നല്ല തീരുമാനമായിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആ ഒരു ചേഞ്ച് എന്നിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഉറച്ച് നിൽക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നെ അതുപോലെ എല്ലാവരും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. പിന്നെ ഇത് എല്ലാവരോടൊന്നും പറയാമെന്ന് വിചാരിച്ച്. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ അറിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ. അന്നേരം അവർക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.